പാരസ് സംബന്ധിച്ച് പറഞ്ഞാലും ഒപ്പിടേണ്ടത് ഏത് കള്ളിയിലാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മളൊക്കെ പഠിച്ചൊരു ചൊല്ലുണ്ട്, ലുക്ക് ബിഫോർ യു ലീപ്. ക്ഷമ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണ്. തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ പലപ്പോഴും പശ്ചാത്താപത്തിലേക്കാണ് നയിക്കുന്നത്. ക്ഷമയോടെ ചിന്തിക്കുന്നവൻ ശരിയായ വഴിയാണ് കണ്ടെത്തുന്നത്. ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമ്മെ തകർക്കാനല്ല, ക്ഷമ പഠിപ്പിക്കാനാണ് വരുന്നത്. വേദനയിലും അപമാനത്തിലും പോലും സഹിഷ്ണുത കൈവിടാത്തവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ. ക്ഷമയുള്ള മനസ്സിന് സമാധാനമുണ്ടാകും. സമാധാനം ഉള്ളിടത്ത് വിജയം സ്വാഭാവികമായി എത്തും. എല്ലാറ്റിനും സമയം ഉണ്ടെന്ന ബോധമാണ് ക്ഷമയുടെ അടിസ്ഥാനം. അതിനാൽ ക്ഷമ പാലിക്കുന്നവൻ ജീവിതത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിയവനാണ്. തീർച്ചയായും വളരെ ചിന്തനീയമായ ഒരു ചിന്ത തന്നെയാണ്. ഇപ്പോൾ പരീക്ഷ സെക്കൻഡ് ടൈം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മര്യാദയ്ക്ക് ഇരുന്ന് വായിക്കാൻ പോലും ക്ഷമയില്ലാത്ത ഒരു വിദ്യാർത്ഥി സമൂഹത്തെയാണ് ചെറിയ ക്ലാസ്സുകളിൽ പോലും പരീക്ഷാ ഹാളിൽ പ്രത്യേകിച്ച് നമുക്ക് എന്ത് ചെയ്യാണ്, അവരിങ്ങനെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ആകെ വെപ്രാളപ്പെടുന്നൊരവസ്ഥ. ശരിക്കും അതൊന്ന് വായിച്ച് നോക്കാനുള്ള ക്ഷമ അവർ കാണിക്കുന്നില്ല. അത് കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പം. ഇനി അതല്ലാതെ പാരസ് സംബന്ധിച്ച് പറഞ്ഞാലും ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ CPTA മീറ്റിംഗൊക്കെ നടത്തുമ്പോൾ ആ ഒപ്പിടേണ്ടത് ഏത് കള്ളിയിലാണ് എന്ന് ആ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചിലപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ ചിലപ്പോൾ ബന്ധപ്പെട്ട് അറിയുന്ന ആൾക്കാരൊപ്പം അവിടെ ഉണ്ടാവും. പക്ഷേ പിന്നെ നമ്മളടക്കം ശരിക്ക് ഈ ക്ഷമയില്ലാത്ത ഒരു കാലത്ത് ജീവിക്കുന്ന പോലെയാണ് ശരിക്കും ഇന്നത്തെ ഒരു തലമുറയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ഏത് കാര്യമാവട്ടെ, ഇതിൽ പറഞ്ഞ വേറൊരു മെസ്സേജ് ഉണ്ട്, ഏത് കാര്യമായാലും നമ്മൾ കുറച്ച് ചിന്തിച്ച്. ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മളൊക്കെ പഠിച്ചൊരു ചൊല്ലുണ്ട്, ലുക്ക് ബിഫോർ യു ലീപ്. ചാടുന്നതിന് മുമ്പ് ഒന്ന് നോക്കണം എന്ന് പറയുന്ന ഒരു ആശയം. അപ്പോൾ പലപ്പോഴും ശ്രോതാക്കളോട് നമുക്ക് ഇതിലൂടെ പങ്കുവെക്കാനുള്ളത് എന്താ വെച്ചാൽ, ഇസ്ലാം ശരിക്ക് ക്ഷമയെ വലിയൊരു പാഠമായി പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല റിയാദ് സ്വാലിഹിലൊക്കെ ഒരു ബാബ് തന്നെ ക്ഷമയുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. മാത്രമല്ല അസ്സബ്റു ഇൻദ സ്വദമത്തിൽ ഊല, അല്ലെ, ക്ഷമ അതിൻ്റെ ആദ്യഘട്ടത്തിലാണ്. പലപ്പോഴും അവസാന ഘട്ടത്തിലാണ് ക്ഷമ വരാറുള്ളത് എന്നുള്ളതാണ്. പറയേണ്ടതൊക്കെ പറയും, ചെയ്യേണ്ടതൊക്കെ ചെയ്യും, എന്നിട്ട് പറയും അത് വേണ്ടിയിരുന്നില്ല. ദേഷ്യം വരുമ്പോൾ പിശാചെന്ത് ചെയ്യും, ഇടപെട്ട് ആ സമയത്ത്. അതാണ് ശരിക്കും അസ്സബ്റു ഇൻദ സ്വദമത്തിൽ ഊല, ആദ്യഘട്ടത്തിൽ തന്നെയാണ് ക്ഷമ വേണ്ടത്. അല്ലേ, ആ പൊസിഷൻ മാറാൻ വരെ ഇസ്ലാം പഠിപ്പിച്ചു. നിൽക്കുന്ന ആളാണെങ്കിൽ ഒന്നിരിക്കുക, അല്ലേ, പിന്നെ വുളു എടുക്കുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ദിക്ർ ചൊല്ലുക. അപ്പോൾ എന്തായാലും ക്ഷമ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അനിവാര്യമായും വേണ്ടതുണ്ട്.